പ്രിയപ്പെട്ട കുട്ടികളെ, ചിത്രം വരയ്ക്കാൻ നിങ്ങൾക്കിഷ്ടമാണോ? വളരെ രസകരവും ആത്മസംതൃപ്തി നൽകുന്നതുമായ ഒരു കലയാണ് ചിത്രരചന. ചിലർക്ക് ചിത്രരചനയിൽ ഒരു പ്രത്യേക നൈപുണ്യം കാണും. അത് എല്ലാ കലകളിലും അങ്ങനെയാണല്ലോ. ഒരു നൈസർഗിക വാസനയൊക്കെ പലർക്കും കണ്ടെന്നിരിക്കും. എന്ന് കരുതി അത്ര നന്നായി പടം വരയ്ക്കാൻ അറിയില്ലാത്തവരും നിരാശപ്പെടണ്ട കേട്ടോ. ശ്രമിച്ചാൽ ആർക്കു വേണമെങ്കിലും ചിത്രം വരയ്ക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ചിത്രകലയ്ക്ക് മനുഷ്യ സംസ്കാരത്തോളം പഴക്കമുള്ള ഒരു ചരിത്രമുണ്ട്. പ്രാചീന മനുഷ്യർ വരച്ച ഗുഹാചിത്രങ്ങളും മറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിപുരാതനമായ പല മാനവ സംസ്കാരങ്ങളിലും സവിശേഷമായ ചിത്രകലാ ശൈലികൾ നിലനിന്നിരുന്നു. സിന്ധു നദീതട സംസ്കാരത്തിലും ചിത്രകലയ്ക്ക് പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. ഇന്നും നമ്മുടെ നിത്യജീവിതത്തിലെ പല പ്രവർത്തന മണ്ഡലങ്ങളിലും ചിത്രകലയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ നേരിട്ടോ അല്ലാതെയോ കടന്നു വരാറുണ്ട്. ഭാവിയിൽ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ജോലികളിലും സംരംഭങ്ങളിലുമൊക്കെ ചിത്രകലയോട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടേക്കാം. ഡിസൈനിങ് പോലെയുള്ള പല മണ്ഡലങ്ങളിലും ചിത്രകലയുടെ പാഠങ്ങൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ചിത്രകലാ സങ്കേതങ്ങൾ വ്യത്യസ്ത രംഗങ്ങളിൽ എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും റെഡിയാണല്ലോ അല്ലേ? ശരി, ആർട്ട് സാറിൻ്റെ ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ ഈ കുട്ടികളുടെ കൂടെ ചെയ്യാൻ നിങ്ങളും തയ്യാറായിക്കൊള്ളൂ. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് വ്യത്യസ്തമായ കുറേ ചിത്രം വരയ്ക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ക്ലാസ്സാണ്. എല്ലാവർക്കും ചിത്രം വരയ്ക്കാൻ ഇഷ്ടമാണല്ലോ. ചിത്രം വരയ്ക്കാത്തവരായ ആരുമില്ല. എന്തൊക്കെ തരത്തിലുള്ള ചിത്രങ്ങളാണ് വരയ്ക്കുന്നത്? പ്രകൃതി ദൃശ്യങ്ങൾ വരയ്ക്കാറുണ്ട്, പിന്നെ മനുഷ്യന്റെ മുഖം വരയ്ക്കാറുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള, പിന്നെ ടെക്സ്റ്റ് ബുക്കിലേക്ക് പലതരം ചിത്രങ്ങളൊക്കെ വരയ്ക്കാറില്ലേ? അപ്പോൾ ഭാഷയിൽ അക്ഷരങ്ങളും വാക്കുകളും അർത്ഥങ്ങളും ഒക്കെ ഉള്ളതുപോലെ തന്നെ ചിത്രങ്ങളിലും ഇത്തരത്തിലുള്ളൊരു ആശയവിനിമയം നടക്കുന്നുണ്ട്. ഇത് നമ്മൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ദൃശ്യഭാഷ എന്നാണ് പറയുന്നത്. നമുക്ക് ഇന്ത്യയിലെ ഒരു തനത് ചിത്രരചന ശൈലി ഒന്ന് പരിചയപ്പെടാം. ഈ കാണുന്ന ചിത്രം കണ്ടോ? ഇതിന്റെ പേര് വാർലി ചിത്രം എന്നാണ്. ഇത് മഹാരാഷ്ട്രയിലെ ഒരു ഗോത്ര വിഭാഗത്തിന്റെ ഒരു കലാ ആവിഷ്കാരമാണ്. അപ്പൊ ഇതിലെ പശ്ചാത്തല നിറം തവിട്ട് നിറത്തിൽ കാണുന്നത് മണ്ണാണ്. ഭിത്തിയിൽ മണ്ണ് തേച്ച് പിടിപ്പിച്ചിട്ട് അപ്പോൾ ഈ അരിപ്പൊടി പോലുള്ള ധാന്യപ്പൊടികൾ, വെള്ള നിറത്തിലുള്ള ധാന്യപ്പൊടികൾ കുഴച്ച് അതിൽ നിന്നാണ് ആ ഒരു വെള്ള കളർ രൂപപ്പെടുന്നത്. ഈ ചിത്രത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കാണാൻ കഴിയും. അവരുടെ ജീവിത രീതി, ഭക്ഷണം, അവരുടെ കൃഷി തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ വാർലി ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഈ ചിത്രം കണ്ടോ? ഈ ചിത്രം എന്ന് പറയുന്നത് നമ്മൾ ട്രാഫിക് സിഗ്നലിൽ കാണുന്ന ഒരു ചുവന്ന നിറമാണ്. ഈ ചുവപ്പ് എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് നിൽക്കുക അല്ലെങ്കിൽ നിർത്തുക എന്നാണ്. നമുക്ക് ഭാഷ അറിയാത്ത ഏത് രാജ്യത്ത് പോയാലും ചുവന്ന കളർ നമ്മൾ ട്രാഫിക്കിൽ കണ്ടാൽ നമ്മൾ വാഹനം നിർത്തും. കാരണം ആ ദൃശ്യ ഭാഷ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ദൃശ്യഭാഷയിലൂന്നിയ ഒത്തിരി ആശയവിനിമയങ്ങൾ നടത്താറുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഒരു ഇമോജി, സ്മൈലി. അപ്പോൾ ഇത്തരത്തിൽ ഒത്തിരി ഇമോജീസ് നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ പങ്കുവെക്കാറുണ്ട്. ചിലപ്പോൾ ഒന്നോ രണ്ടോ വലിയ സെന്റൻസുകളൊന്നും നമ്മൾ ടൈപ്പ് ചെയ്യാറില്ല. ചെറിയൊരു ചിത്രത്തിലൂടെ നമ്മൾ ആ ഒരു അർത്ഥത്തെ ആവിഷ്കരിക്കും. ഇപ്പോൾ ഇതൊരു പ്രത്യേക തരത്തിലുള്ളൊരു ചിരിക്കുന്ന ഒരു ചിത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മറ്റു വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പാകത്തിൽ പുതിയ കുറച്ച് സ്മൈലീസ് നിങ്ങൾ തന്നെ വരച്ച് തയ്യാറാക്കും. അപ്പോൾ എല്ലാവരും ഓരോ ഇമോജീസ് വ്യത്യസ്ത ഭാവങ്ങളിൽ ഒന്ന് വരയ്ക്കണം. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രവർത്തനം.
വരച്ചില്ലേ? അപ്പോൾ ഒരു വൃത്തം വരച്ചിട്ട് നമ്മൾ എന്തൊക്കെ എക്സ്പ്രഷനാണ് നമ്മൾ ഒരു ചിത്രത്തിൽ വരച്ചതല്ലേ? അപ്പോൾ ഇതൊക്കെ ഡിസൈനിൻ്റെ കൂടെ ഒരു ഭാഗമാണ്. ദൃശ്യഭാഷയിലൂന്നിയ ഒരു വലിയൊരു സർഗാത്മകമായ മേഖലയാണ് ഡിസൈൻ എന്ന് പറയുന്നത്. ഒരുപാട് തരത്തിലുള്ള ഡിസൈൻ മേഖലകളുണ്ട് നമുക്കിനി പഠിക്കാൻ, നമുക്ക് അതിലായിട്ട് പോകാനും ജോലി നേടാനും ഒക്കെ. ഓക്കെ, ഡിസൈൻ, പലതരത്തിലുള്ള ഡിസൈനിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏതൊക്കെയാണ്? ഗ്രാഫിക് ഡിസൈൻ, ഫാഷൻ ഡിസൈനിങ്, പിന്നെ പ്രോഡക്റ്റ് ഡിസൈൻ, ഫുഡ്വെയർ ഡിസൈൻ, ജ്വല്ലറി ഡിസൈൻ, അങ്ങനെ പലതരത്തിലുള്ള ഡിസൈനുകളെ കുറിച്ച് നമുക്കറിയാം. നമുക്ക് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാം. അത് നമുക്ക് ചെറിയൊരു ആക്ടിവിറ്റിയിലൂടെ തുടങ്ങാം. ആദ്യമായിട്ട് ഇവിടെ ഫ്ലവേഴ്സ് എന്നുള്ളൊരു വാക്ക് കാണാൻ സാധിക്കും. ഫ്ലവേഴ്സ് എന്നുള്ള ഈ ഒരു വാക്ക് ഉപയോഗിച്ച് ആകർഷകമായ രീതിയിൽ ഇതൊന്ന് എഴുതി നിറം നൽകി പൂർത്തിയാക്കുക. അപ്പോൾ എല്ലാവരും ഒരു പേപ്പർ എടുത്ത് ഫ്ലവേഴ്സ് എന്ന് എഴുതുക. അതിനുശേഷം വളരെ ആകർഷകമായി ആ വാക്ക് നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് നോക്കാം. ലൈറ്റായിട്ട് പെൻസിൽ സ്കെച്ച് ഇടണേ. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഫിനിഷായിട്ട് ഡാർക്ക് ചെയ്യാവുള്ളൂ. ഫ്ലവേഴ്സ് എന്നുള്ള വാക്ക് എല്ലാവരും ആകർഷകമായിട്ട് എഴുതിയില്ലേ? നല്ല ഭംഗിയായിട്ട് എഴുതിയില്ലേ? ഇഷ്ടപ്പെട്ടോ? കളറൊക്കെ കൊടുത്തില്ലേ? ഭംഗിയാക്കിയില്ലേ? ആ ഫ്ലവേഴ്സ് എന്നുള്ള വാക്ക് കാണുമ്പോൾ തന്നെ ഒരു പൂക്കളൊക്കെ നിറഞ്ഞൊരു അന്തരീക്ഷമായിട്ട് തോന്നില്ലേ? അപ്പോൾ ഇതുപോലെ വാക്കുകളും അക്ഷരങ്ങളും ഒക്കെ നമുക്ക് ഭയങ്കര ഭംഗിയായിട്ട് നല്ല രസമായിട്ട് ആകർഷകമായിട്ട് എഴുതാൻ പറ്റും കേട്ടോ. അതിന് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പഠിച്ചാൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില പ്രവർത്തനങ്ങളിലൊന്ന് കാലിഗ്രഫിയാണ്. കുട്ടികളെ, ആകർഷകമായ എഴുത്തു രീതിയാണ് കാലിഗ്രഫി. ഗ്രീക്ക് ഭാഷയിലെ കാലോസ് അതായത് ഭംഗി, ഗ്രാഫോ അതായത് എഴുതുക എന്നീ വാക്കുകളിൽ നിന്നാണ് കാലിഗ്രഫി എന്ന പദമുണ്ടായത്. കാലിഗ്രഫിയുടെ വിവിധ രൂപങ്ങൾ നിങ്ങൾ പലയിടങ്ങളിലായി കണ്ടിട്ടുണ്ടാവും. ലോകമെമ്പാടും പുരാതന ലിഖിതങ്ങളിലും കെട്ടിടങ്ങളിലും സ്മാരകങ്ങളിലുമൊക്കെ മനോഹരമായ എഴുത്തിൻ്റെ വിവിധ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. നോട്ട്ബുക്കുകളിലും ആശംസാ കാർഡുകളിലും പരസ്യങ്ങളിലുമെല്ലാം കാലിഗ്രഫി എന്ന കലയുടെ ഭംഗി നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ ഇപ്പോഴും കാണാറുണ്ടല്ലോ. ശരി, നമുക്ക് ഇവരുടെ കൂടെ കാലിഗ്രഫിയെക്കുറിച്ച് കൂടുതൽ പഠിച്ചാലോ? നിങ്ങളെല്ലാവരും നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണോ? നല്ല ഹാൻഡ് റൈറ്റിംഗ് അല്ലേ? നിങ്ങളെല്ലാവരും നിങ്ങളുടെ പേര് വളരെ ആകർഷകമായി നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് എല്ലാവരും നിങ്ങളുടെ പേരൊന്ന് എഴുതിയേ. എഴുതിയോ എല്ലാവരും? നല്ല ഭംഗിയായിട്ട് എഴുതിയില്ലേ? നിങ്ങൾ പെൻസിൽ വെച്ചല്ലേ എഴുതിയത്? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാലിഗ്രഫി ചെയ്യുന്നതിന് നമ്മൾ കാലിഗ്രഫി പെൻ ഉപയോഗിക്കും. അപ്പോൾ കാലിഗ്രഫി ആകർഷകമായിട്ട് നമുക്ക് അക്ഷരങ്ങളും വാക്കുകളൊക്കെ എഴുതാൻ പറ്റുന്നൊരു പേനയാണ് കാലിഗ്രഫി പേന. ഈ കാലിഗ്രഫി പേന ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടെ ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ച് എഴുതാം. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? റെഡിയല്ലേ? അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ കാലിഗ്രഫി പെന്നുണ്ട്. നിങ്ങളുടെ പേര് വളരെ ഭംഗിയായി ഈ കാലിഗ്രഫി പെൻ വെച്ചിട്ട് ഒന്ന് എഴുതി നോക്കൂ.
കാലിഗ്രഫി എന്താണെന്ന് പരിചയപ്പെട്ടില്ലേ? നമ്മളെ കൈ ഉപയോഗിച്ച് വളരെ ആകർഷകമായിട്ട് എഴുതുന്ന എഴുത്ത് രീതിയാണ് കാലിഗ്രഫി അല്ലേ? നന്നായിട്ട് കാലിഗ്രഫി എഴുതാൻ നമ്മളിപ്പോൾ ഒരു ഉപകരണം ഉപയോഗിച്ചില്ലേ? എന്താണത്? കാലിഗ്രഫി പേന. ഒരുപാട് തരം കാലിഗ്രഫി പേനകളുണ്ട്. അപ്പോൾ അതിൻ്റെ നിബ്ബ് ഒരു പ്രത്യേക രീതിയിലായിരിക്കും, നമ്മുടെ സാധാരണ പേന പോലെ ആയിരിക്കില്ല. അപ്പോൾ അതൊരു പ്രത്യേക രീതിയിൽ പിടിച്ച് നല്ല വൃത്തിയായിട്ട് എഴുതുമ്പോൾ, ആകർഷകമായിട്ട് എഴുതുമ്പോൾ, നല്ല ഭംഗിയായിട്ട് നമ്മൾ ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കാറില്ലേ? ഗ്രീറ്റിംഗ് കാർഡ്, പിന്നെ നമ്മുടെ പ്രോജക്റ്റ് വർക്ക്, അസൈൻമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അവരുടെ പേരുകൾ നല്ല രസമായിട്ട് എഴുതി കൊടുക്കണം കേട്ടോ, കാലിഗ്രഫി പോലെ. ശരി, ഇനി അതേപോലെ നമുക്ക് പഠിക്കാനുള്ള ഒരു എഴുത്ത് രീതിയാണ് ലെറ്ററിങ് എന്ന് പറയാം. ലെറ്ററിങ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ABC എന്ന് പറയുന്ന 3 അക്ഷരങ്ങളുടെ വ്യത്യസ്ത തരം, വ്യത്യസ്ത ശൈലിയിൽ, വ്യത്യസ്ത സ്റ്റൈലുകളിൽ ലെറ്ററിങ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കും ഈ 26 അക്ഷരങ്ങളിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലെ ഏതെങ്കിലും ഒരു അക്ഷരമോ വെച്ച് നിങ്ങളുടേതായ രീതിയിൽ ആ അക്ഷരത്തെ ഒന്ന് എഴുതിക്കുക, ആകർഷകമായി എഴുതിക്കുക, ഒരു അക്ഷരം മാത്രം. അങ്ങനെ നമ്മളൊരു ലെറ്ററിങ് എന്നുള്ള രീതിയിലേക്ക് പരിചയപ്പെടാൻ പോവുകയാണ്. ഒന്ന് എഴുതി നോക്കൂ. ആകർഷകമായ എഴുത്ത് രീതി കാലിഗ്രഫി നമ്മൾ പഠിച്ചു. ആകർഷകമായി ഓരോ അക്ഷരങ്ങളെയും വരച്ചെടുക്കുന്ന രീതി ലെറ്ററിങ് നമ്മൾ പഠിച്ചു. ഇനി ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത്. ടൈപ്പോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകർഷകമായ എഴുത്ത് രീതി തന്നെയാണ്, പക്ഷേ ഇത് പരസ്യകലയിൽ ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ്. വാക്കുകളുടെ അർത്ഥത്തോടൊപ്പം ആ വാക്കും കൂടി ആകർഷകമായ രീതിയിൽ വളരെ ക്രിയേറ്റീവായിട്ട് ബ്ലെൻഡ് ചെയ്യിപ്പിച്ച് തയ്യാറാക്കുന്ന ഒരു രീതിയാണ് ടൈപ്പോഗ്രഫി. ഫ്ലവേഴ്സ് എന്നുള്ള വാക്ക് നമ്മൾ എഴുതിയില്ലേ? അപ്പോൾ ശരിക്കും നമ്മൾ എങ്ങനെയാണ് അത് ചെയ്തത്? എന്തായിരുന്നു വാക്കിൻ്റെ അർത്ഥം? പൂക്കൾ. അപ്പോൾ വാക്കിൻ്റെ അർത്ഥത്തോടൊപ്പം ആ വാക്കും കൂടി നമ്മൾ ചേർത്ത് വെച്ചിട്ട് ഒരു പ്രത്യേക രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്തു. ഇങ്ങനെ ആകർഷകമായി വാക്കുകളെ ചിത്രീകരിക്കുന്ന രീതിയുണ്ട്. അതിനെ നമ്മൾ ടൈപ്പോഗ്രഫി എന്ന് പറയും. ഉദാഹരണം പറയാമോ എന്തെങ്കിലും? ടൈപ്പോഗ്രഫി ഞാൻ 1-2 ചിത്രങ്ങൾ കാണിക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾ എന്താണ് ടൈപ്പോഗ്രഫി എന്ന് മനസ്സിലാക്കിയെന്ന് നിങ്ങളൊന്ന് പറയണം. ഓക്കെ, ഇവിടെ സ്ക്രീനിൽ 2-3 വാക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണ്? സ്പൈസി എന്നെഴുതിയിരിക്കുന്നൊരു വാക്ക്. ആ സ്പൈസി എന്നെഴുതിയിരിക്കുന്നൊരു വാക്കിൽ ഒരു മുളകിൻ്റെ ചിത്രം അതിനുള്ളിൽ കാണാൻ കഴിയും. ചില്ല് വരച്ചു വെച്ചേക്കുന്നതല്ല ശരിക്കും, ആ അക്ഷരങ്ങൾ പ്രത്യേക രീതിയിൽ വരച്ചത് കൊണ്ട് നമുക്കങ്ങനെ തോന്നുന്നതാണ്. അപ്പോൾ ആ ഒരു സ്പൈസി എന്നുള്ള വാക്ക് ഡിസൈൻ ചെയ്തത് ആ ഒരു പ്രത്യേക ഒരു ഇമേജും കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന വാക്കുകളെയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ തയ്യാറാക്കുന്ന രീതിയാണ് ടൈപ്പോഗ്രഫി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ക്ലീൻ എന്ന് എഴുതിയിരിക്കുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അവിടെ ക്ലീൻ ചെയ്യുന്നു എന്നൊരു അർത്ഥം കൂടി തരുന്ന ഒരു ചിത്രീകരണം കൂടി ആ വാക്കിൽ നടത്തിയിരിക്കുന്നതായിട്ട് കാണാം. ഫേസ് എന്നുള്ള അടുത്ത ചിത്രം, അതിൽ ഒരു മുഖം കൂടി കാണാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു വാക്ക് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ടൈപ്പോഗ്രഫിയിൽ ഇത്തരത്തിൽ ആ വാക്ക്, അതിൻ്റെ അർത്ഥം, ഇതെല്ലാം കൂടി ചേരുന്ന തരത്തിൽ പ്രത്യേക രീതിയിൽ വളരെ ക്രിയേറ്റീവായിട്ട് ബ്ലെൻഡ് ചെയ്ത് ചിത്രീകരിക്കുന്ന രീതിയാണ് ടൈപ്പോഗ്രഫിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. മനസ്സിലായല്ലോ? നമുക്കൊരു ടൈപ്പോഗ്രഫി ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനൊരു വാക്ക് നിങ്ങൾക്ക് തരാം. നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്ക്, നിങ്ങളുടെ സ്വന്തം വാക്കാണ്, സ്കൂൾ. എന്താണ്? അപ്പോൾ സ്കൂൾ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ നമ്മൾ എഴുതാൻ പോവാണ്. എങ്ങനെ എഴുതാ? ടൈപ്പോഗ്രഫി. സ്കൂൾ എന്ന് കേൾക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ വരണേ?
സ്കൂളിൻ്റെ കെട്ടിടം അല്ലേ, സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ആ ഗ്രൗണ്ട്, കുട്ടികൾ, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഇമേജസ് സ്കൂൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ ആ സ്കൂൾ എന്നുള്ള മൊത്തത്തിലുള്ള ആ ഒരു ആശയം കൂടി നിങ്ങൾ സ്കൂൾ എന്ന് എഴുതുമ്പോൾ അതിനോട് ചേർത്ത് വെക്കാൻ ശ്രമിക്കണം. സ്കൂൾ എന്നുള്ള വാക്ക് ടൈപ്പോഗ്രഫി രീതിയിൽ ഒന്ന് എഴുതി നോക്കിയാലേ. അപ്പോൾ ടൈപ്പോഗ്രഫി പരിചയപ്പെട്ടില്ലേ എല്ലാവരും? ടൈപ്പോഗ്രഫി എഴുതാൻ രസമായിട്ടില്ലേ? അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വാക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പോഗ്രഫി രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. നമ്മുടെ പേര് എഴുതാം, നമ്മുടെ സ്കൂളിൻ്റെ പേര് എഴുതാം, നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തിൻ്റെ പേര് എഴുതാം. കേരള ദ ഗോഡ്സ് ഓൺ കൺട്രി കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇത്തരത്തിൽ ടൈപ്പോഗ്രഫി നമുക്ക് പല സ്ഥലങ്ങളിൽ പല രീതിയിൽ കാണാൻ പറ്റും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ ചുറ്റുപാടൊക്കെ ഒരുപാട് പരസ്യങ്ങളിൽ ഈ ടൈപ്പോഗ്രഫി ഉപയോഗിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കലാപഠനത്തിന് വളരെയധികം പ്രോത്സാഹനം നൽകുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. ഇത് കുട്ടികളുടെ ജന്മനാ ഉള്ള കഴിവിനെ പരിപോഷിപ്പിക്കാൻ സാധിക്കുന്നു. അതിലൂടെ തന്നെ കലാപഠനത്തിലൂടെ അവർക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യത, അവരുടെ കഴിവിനനുസരിച്ചുള്ള ഉപരിപഠന സാധ്യതയും വർദ്ധിക്കുകയാണ്. എൻ്റെ സ്കൂളിലും കലയോട് താല്പര്യമുള്ള ധാരാളം കുട്ടികളുണ്ട്. ഈ ആർട്ട് എഡ്യൂക്കേഷൻ വന്നതോടുകൂടെ കുട്ടികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. ഇതിന് പൂർണ്ണ പിന്തുണ നൽകുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിനും SCERTക്കും SIETക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കൂട്ടുകാരെ, ഒരു കമ്പനിയെയോ ബ്രാൻഡിനെയോ പ്രതിനിധീകരിക്കുന്ന ദൃശ്യചിഹ്നമാണ് ലോഗോ. സംരംഭത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ പ്രചാരണത്തിനാണ് ഇത് തയ്യാറാക്കുന്നത്. ടൈപ്പോഗ്രഫി, ചിഹ്നങ്ങൾ, നിറങ്ങൾ എന്നിവ ലോഗോ തയ്യാറാക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. ആർട്ട് സാറിനോടും കുട്ടികളോടുമൊപ്പം ലോഗോ നിർമ്മാണം പഠിക്കാൻ നിങ്ങൾക്കും ഇഷ്ടമല്ലേ? നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ലോഗോകൾ കാണാൻ പറ്റും. ലോഗോ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ ലിറ്റിൽ കാറ്റ്സിൻ്റെ ലോഗോ ഉണ്ടാവും, SPCയുടെ ലോഗോ ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഉള്ള ലോഗോകൾ നമ്മുടെ സ്കൂളിനുള്ളിൽ കാണാൻ പറ്റും. നമുക്ക് പുറത്ത് യാത്രകളിൽ, പുസ്തകങ്ങളിൽ, ന്യൂസ് പേപ്പറിൽ, ടെലിവിഷനിൽ ഒക്കെ വ്യത്യസ്തമായ ലോഗോകൾ നമുക്ക് ചുറ്റുപാടും തന്നെ കാണാൻ പറ്റുന്നതാണ്. ഈ സ്ക്രീനിൽ ഒരു 6 ലോഗോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യത്തേത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സിമ്പൽ അല്ലെങ്കിൽ ഒരു ലോഗോയാണ്, കേരള ഗോഡ്സ് ഓൺ കൺട്രി. അതിലറിയാം, നമുക്കൊരു പച്ച നിറത്തിലാണ് ആ കേരളം എന്ന് എഴുതിയിരിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു ഹരിതാപം ആണ് അതിൽ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നത്. അതിൻ്റെ താഴെ കാണുന്ന ലൈൻസ് നീല നിറത്തിലാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ജലാശയങ്ങളെയാണ് അതിൽ കൂടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലാണ് ആ കേരളത്തിൻ്റെ ഒരു ലോഗോ വന്നിട്ടുള്ളത്. രണ്ടാമത് കാണുന്നത് കൊച്ചി മെട്രോയുടെ ഒരു ലോഗോയാണ്. മൂന്നാമത് നമ്മൾ കാണുന്നത് വേൾഡ് വൈഡ് ഫണ്ട്, അതിൻ്റെ ഒരു ലോഗോയാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമുക്ക് പരിചിതമായ ലിറ്റിൽ കാറ്റ്സിൻ്റെ ലോഗോ നിങ്ങൾ കാണാൻ സാധിക്കും. അതിനടുത്തായിട്ട് കാണാൻ പറ്റുന്നത് നമ്മുടെ കുടുംബശ്രീയുടെ ലോഗോയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അടുത്തതായി നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ തപാൽ വകുപ്പിന്റെ ഒരു ലോഗോയാണ്, ഇന്ത്യ പോസ്റ്റിന്റെ ഒരു ലോഗോയാണ് കാണുന്നത്. അങ്ങനെ ഒത്തിരി 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 ലോഗോകളുണ്ട്. പക്ഷേ ഈ ലോഗോ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് അറിയാമോ? നമുക്കൊന്ന് വരച്ചു നോക്കണ്ടേ? എന്താണ് ഒരു ലോഗോ? എത്ര തരം ലോഗോകളുണ്ട്? ആ ഓരോ തരം ലോഗോയുടെയും പ്രത്യേകത എന്താണ്? ഇതിനെല്ലാത്തിനെയും പറ്റിയിട്ട് നമുക്കൊരു അറിവുണ്ടാവും. എന്നിട്ട് നമുക്ക് എന്തിലേക്ക് പോകാൻ പറ്റുള്ളൂ? വരയ്ക്കാൻ പറ്റുള്ളൂ. ലോഗോകൾ പലതരത്തിലുണ്ട്. ലെറ്റർ മാർക്ക്, ഒരു അക്ഷരം മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ലോഗോയാണ് ലെറ്റർ മാർക്ക്. വേർഡ് മാർക്ക്, വാക്കുകളും
നിറങ്ങളും മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കുന്നതാണ് ഇത്തരം ലോഗോകൾ. ഉദാഹരണങ്ങൾ നോക്കൂ. പിക്ടോറിയൽ മാർക്ക്. അക്ഷരങ്ങളോ വാക്കുകളോ ഇല്ലാതെ ഒരു പ്രത്യേക ആകൃതി അല്ലെങ്കിൽ ഐക്കൺ, സിംബൽ തുടങ്ങിയവ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ലോഗോയാണ് പിക്ടോറിയൽ മാർക്ക്. അടുത്ത ഇനം എംബ്ലം ആണ്. അക്ഷരങ്ങൾ ഒരു പ്രത്യേക രൂപത്തിലോ ഒരു ആകൃതിയുടെ ഉള്ളിലോ ചിത്രീകരിക്കുന്ന ലോഗോകളാണ് എംബ്ലം. കോമ്പിനേഷൻ മാർക്ക്. ഇതുവരെ നമ്മൾ കണ്ട വ്യത്യസ്ത തരം ലോഗോ ഉപവിഭാഗങ്ങൾ ചേർന്ന് വരുന്ന ലോഗോയാണ് ഇത്. ഇനി നമ്മൾക്ക് നമ്മുടേതായ രീതിയിൽ നമുക്കൊരു ലോഗോ വരച്ച് നോക്കിയാലോ? എന്തൊരു തരം ലോഗോയാണ് നമ്മൾ വരയ്ക്കുന്നത്? നമ്മുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന് വേണ്ടി ആകർഷകമായ ഒരു ലോഗോ വരച്ച് തയ്യാറാക്കും. ഈ പറഞ്ഞിരിക്കുന്ന ഏത് രീതിയിലുള്ള ലോഗോ വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും പേപ്പർ എടുത്ത് പെൻസിൽ ഉപയോഗിച്ച് നമ്മുടെ സ്കൂളിൻ്റെ പരിസ്ഥിതി ക്ലബിന് വേണ്ടി ഒരു ലോഗോ വരച്ചുണ്ടാക്കും. ആ വരച്ചതിന് ശേഷം പോസ്റ്റർ കളർ ഉപയോഗിച്ച് നമുക്ക് ഓരോന്നിനും ആവശ്യമായിട്ടുള്ള നിറം നൽകുകയും കൂടി വേണം. ചിത്രകലയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പരസ്യകല. സർഗാത്മക ചിന്ത അല്ലെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ് ഏറ്റവും ആവശ്യം വേണ്ട ഒരു മേഖലയാണ് പരസ്യകല. അതുപോലെ തന്നെ നമ്മുടെ ഡ്രോയിങ് സ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരച്ച് നമ്മുടെ ഡ്രോയിങ് സ്കിൽ പരമാവധി പരിപോഷിപ്പിക്കണം. അതും കൂടി പരസ്യകലയിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ളൊരു മാർഗമാണ്. +2 തലമൊക്കെ കഴിഞ്ഞ് നമുക്ക് ഈ തരത്തിൽ ക്രിയേറ്റീവായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി തരം കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഡിസൈൻ കോഴ്സുകൾ, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ക്രിയേറ്റീവായിട്ടുള്ള മറ്റു മേഖലകൾ, അവിടേക്കൊക്കെ നമുക്ക് ഉപരിപഠനം നേടാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ അതൊക്കെ കഴിഞ്ഞ് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഇൻഡസ്ട്രികളിലും ക്രിയേറ്റീവായിട്ടുള്ള തൊഴിൽ മേഖലകളിലൊക്കെ നമുക്ക് നല്ലൊരു കരിയറും ഇതിൽ നേടാവുന്നതാണ്. കൂട്ടുകാരെ, ചിത്രകലയുടെ സങ്കേതങ്ങൾ പ്രാവർത്തികമാകുന്ന വിവിധ മേഖലകളെയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഒരു ഉത്കൃഷ്ട കലാരൂപമായ ചിത്രരചനയിലും അനുബന്ധ മേഖലകളിലും നിങ്ങളും ഏറെ മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ കൂട്ടുകാരെ.